ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു വീട് കൂടലുണ്ട് കേട്ടോ, എടക്കര. അതിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബത്തേരിയിൽ നിന്ന് ഞങ്ങൾ നേരെ എരുമാട് പോയിട്ടോ. അപ്പം ബത്തേരിയിൽ നിന്ന് ബസ് കയറി താളൂർ പോയിട്ട് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം മക്കൾക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവരാണ് വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ എരുമാട് പോയി നിന്ന് അവരെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് വന്നിട്ട് ഞങ്ങൾ ആ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് വീട്ടിലത്തെ വണ്ടി എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ ചുങ്കത്ത് വന്നിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടതാണ് കേട്ടോ. നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ, ചുങ്കം പോലീസ് സ്റ്റേഷൻ്റെ താഴെ വന്നിട്ട് പമ്പുണ്ടല്ലോ, അവിടെ നിന്നാണ് ഞങ്ങൾ പെട്രോൾ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ മൂപ്പരെ വിചാരം പൈസ ഇടാൻ വേണ്ടിയിട്ട് സ്കാനർ നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അയാൾ സ്കാനറൊക്കെ എടുത്ത് കാണിച്ചത് കേട്ടോ. പിന്നെ എനിക്ക് പാവം തോന്നി കേട്ടോ. അപ്പം മൂപ്പര് വേഗം പൈസ എടുത്ത് കൊടുത്തപ്പോൾ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ ചേർത്ത് കയറി പകുതി എത്തിയപ്പോഴേക്കും ഞാനൊക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി കേട്ടോ. ഭക്ഷണം രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാതെ പോയാലും കഴിച്ചിട്ട് പോയാലൊക്കെ ഞാൻ ഛർദ്ദിക്കും കേട്ടോ. അപ്പം ഞാനും പേരക്കുട്ടി മോനും രണ്ടാളും മാറ്റി മാറ്റി ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടും മാത്രമേ ഛർദ്ദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ആകെ ക്ഷീണിച്ചു പോയിട്ടോ. പിന്നെ അവിടെ വന്ന് മയൂരി ഫർണിച്ചർ കടയിൽ വന്നിട്ട് മോൾക്കൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് വണ്ടി കയറി ഇരുന്നിട്ട് മാമനും മോനും കൂടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ പോയ സമയത്ത് മോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ നാട്ടിലേക്കൊന്നും വരില്ല, എനിക്ക് വയ്യ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ വന്നില്ല കേട്ടോ. അപ്പോൾ ഓൾ വരാതെ ഇരുന്നതേ നന്നായിട്ട്. ഓളും ഞങ്ങളെ കഥ പറഞ്ഞ പോലെയാണ് കേട്ടോ. വണ്ടി കയറി അപ്പോൾ തുടങ്ങും, ഒന്നുകിൽ ഉറങ്ങുക അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വന്നിട്ടാണ് കേട്ടോ ഈ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരിടങ്ങാറാണ്. അപ്പം ഞാൻ തന്നെ വണ്ടി കയറിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഓർമ്മ ചുര കയറുകയാണോ ഇറങ്ങുകയാണോ അതെനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി റോട്ടിൽ കുഴി നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് യാത്ര പോകുന്നതൊക്കെ വലിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ആസ്വദിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, ഇങ്ങനെ ഛർദിയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് മെയിൻ റോട്ടിൽ നിന്ന് കുറേ ഉള്ളിൽ പോകണം കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പ് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഗൂഗിൾ മാപ്പ് നോക്കി അങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് പിന്നെ എപ്പോഴും നമ്മളൊന്ന് ഏതെങ്കിലും പൊട്ട വഴിയിലോ എവിടെയെങ്കിലോ കുണ്ടിലോ കുഴിയിലോ ഒക്കെ കൊണ്ടെത്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ വഴി തെറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഉള്ളോട്ടുള്ള വഴി ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് തിരിക്കണം, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പോയി ചെന്നെത്തുന്നത് ചിലപ്പം മുന്നിലേക്ക് വേറൊരു വഴിയേ ഉണ്ടാവില്ല, അങ്ങനത്തെ സ്ഥലത്തായിരിക്കും കേട്ടോ പോയി എത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഊട്ടി പോയ സമയത്ത് ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. പോയി ഏതോ ഒരു ഓഫീസിൻ്റെ മുന്നിൽ പോയി നിന്നു കേട്ടോ. ഊട്ടി പോയെന്ന് അങ്ങനെ മുന്നക്കും പിന്നക്കും വഴിയില്ലാതെ അങ്ങനെ പോയി കുടുങ്ങിയിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് തിരിച്ചു വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതും വഴിയൊക്കെ തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടും വഴിയൊക്കെ തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ പോയി ചേർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മേഫിൽഡ് ആയിരുന്നു കേട്ടോ. ദേവശാല അവിടെ മേഫിൽഡ് വീടായിരുന്നു. അവിടുന്ന് വീട് വിറ്റിട്ട് ഇവർ ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചിട്ട് അങ്ങനെ വീട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീട് ഓപ്പണിങ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അർജൻറ്റീനൻ്റെ എന്താ പറയുക ഫ്ലെക്സൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടു കേട്ടോ. അപ്പം പിന്നെ പേരക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെസ്സി ഡൊണാൾഡോ എന്നൊക്കെയാണ് കേട്ടോ അവൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേ വഴിക്ക് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ശരിക്കും മേഫീൽഡിൽ ഉള്ള ഒരു സ്ഥലം പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മക്കൾ പറയുന്നത് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ട് തിരിച്ചത് കേട്ടോ. ഈ വഴിയാണ് ഗൂഗിൾ പറഞ്ഞു തന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അവരെ ആ താത്തൻ്റെ ആങ്ങളെയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ആദ്യം ഇവിടെ വാടകയ്ക്ക് നിന്നിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചു എവിടെ വീട് കൂടൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വന്ന വഴിക്ക് തന്നെയാണ് കുറച്ച് മേലായിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് മേലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് മോനും അറിയണ്ടായിരുന്നു നമ്മൾ ഒരു മാസം മുന്നേ എടക്കര ഇവിടെ നിലമ്പൂർ പോയിരുന്നല്ലോ, അവിടെ ഉള്ള അതേ സ്ഥലം തന്നെയല്ലേ, എല്ലായിടത്തും ഉള്ളിൽ കൂടെ പോകുമ്പോൾ അതേ സ്ഥലം തന്നെയെന്ന് പറയുന്നുണ്ട്. ശരിക്കും വന്നിട്ട് ഇവിടെ അധികവും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ നമുക്കങ്ങനെ തോന്നുന്നത്. എവിടെ നോക്കിയാലും റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ
വെളിച്ചവും ഇല്ലാത്ത അങ്ങനെ ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാലാട് പിന്നെ കളിയാവ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരിക. അപ്പോൾ ആ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കേട്ടോ ഇതെവിടെയോ പേര് കേട്ടിട്ടുണ്ടല്ലോ, ഇത് ഏതാ സ്ഥലം എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ദേവർശാല നിന്നിടത്തത് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലമാണ് കേട്ടോ, പാലാട് പിന്നെ കളിയാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. എത്തിയപ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് വന്നത് ഞങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വന്ന് 2-3 സ്ഥലങ്ങളിൽ നിർത്തി അങ്ങനെ വന്നതുകൊണ്ടും ആണ് കേട്ടോ ലേറ്റായത്. ശരിക്കും ഭക്ഷണത്തിൻ്റെയൊക്കെ ടൈമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീടൊക്കെ നല്ല അടിപൊളി വീടാട്ടോ. ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എടുക്കാനൊന്നും പോയില്ല. ഉള്ളത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് അപ്പോൾ നാട്ടിലൊന്നും അങ്ങനെ മഴയൊന്നും ഒപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താവും നല്ല വെയിലായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നത്തെ മഴയും കാര്യങ്ങളും എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകാനൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചുരത്തിൽ വല്ല പ്രശ്നങ്ങളാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ മഴ കുറച്ച് കമ്മിയപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നത്. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ചുരത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ നിറയെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഞങ്ങൾ പകുതി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ റോഡ് ബ്ലോക്ക് ആകൽ തുടങ്ങി കേട്ടോ. പിന്നെ നിറയെ വണ്ടികൾ വന്നിട്ട് അങ്ങനെ നിന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വണ്ടി അവിടെ ബ്ലോക്കായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയും നമ്മളിങ്ങനെ ബ്ലോക്കിൽ നിൽക്കുമ്പോഴാണല്ലോ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുക. ഒന്ന് പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അരമണിക്കൂറിൻ്റെ മേലെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ ബാക്കിൽ വന്നിട്ടൊരു ബ്ലോഗറെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു. മൂപ്പരതിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ ജാമായി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഓരോരുത്തരും മുന്നിൽ പോയി നോക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ പ്രശ്നം സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പോയി തിരിച്ചു വരുന്നവരോട് ചോദിച്ചാൽ പറഞ്ഞു അവിടെ ഒരു ലോറി കുടുങ്ങിയിട്ട് കിടക്കുന്നുണ്ട്, നല്ല ലോഡ് വണ്ടിയാണ്, അപ്പോൾ അത് മാറ്റാൻ നോക്കുക, വണ്ടി എന്തോ ആയിട്ടുണ്ട്, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നീക്കിയൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഈ ബൈക്കുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബൈക്കുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലാതെ വലിയ വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സത്യത്തിലും വണ്ടി അങ്ങനെ നിർത്തിയിട്ട് മഴയും പെയ്തപ്പോൾ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയും ആ മലയൊന്ന് പൊട്ടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും എണ്ണത്തിൻ്റെ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലോറിയാണ് കേട്ടോ അവിടെ കുടുങ്ങി കിടന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് നേരം അവിടെ പിന്നെയും പിടിച്ച് നിർത്തിയിട്ടോ. പിന്നെ ആൾക്കാർ എങ്ങനെയൊക്കെ ഒഴിവാക്കി ഞങ്ങളെ വിട്ടു കേട്ടോ. പിന്നെ ഇവിടുന്ന് അറ്റം വരെ വണ്ടികൾ തന്നെയായിരുന്നു കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതേപോലെ ഞങ്ങളെ ബാക്കിലും കണ്ടമാനം വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 7-7:30 ആകുമ്പോഴേക്കിന് തിരിച്ച് വീട്ടിലെത്തേണ്ട സമയം ഞങ്ങൾ ഇവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 8:30 മണിക്കാണ് 8:45 കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ബത്തേരിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരുമോനെ കൂട്ടിയിട്ട് ഞങ്ങൾ ബത്തേരിക്ക് തന്നെ കാറിൽ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബത്തേരി വന്ന് കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് അങ്ങനെ രാത്രി അതൊക്കെ കഴിച്ച് അവർ അന്ന് പോയില്ല കേട്ടോ. അന്ന് രാവിലെയാണ് അവർ പോയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.